ഈ പെണ്ണ് തനിക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് ഡാൻസ് ചെയ്യുന്നത് പോലെ ഒരു പ്രതിമയുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി അവളുടെ ബോഡി ഫുള്ള് തുണി ചുറ്റി പ്ലാസ്റ്റർ ഒഴിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അറിയാതെ അവളുടെ തലയിൽ നിന്ന് ഒഴുകി വന്ന പ്ലാസ്റ്റർ അവളുടെ മൂക്കിലടഞ്ഞ് അവൾ മരിക്കുന്നു. ആക്ച്വലി ഈ പെണ്ണിന് നന്നായി ഡാൻസ് ചെയ്യാൻ അറിയാം. സോ ഒരു ഡാൻസിംഗ് പോസിൽ അവളുടെ മോൾഡ് ചെയ്തെടുക്കാൻ ഫ്രണ്ടിനോട് പറയുന്നു. പക്ഷെ അവളുടെ ഫ്രണ്ട് ഒത്തിരി സമയം എടുക്കുന്നത് കൊണ്ട് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നു. പക്ഷെ ഇവൾ ഫോഴ്സ് ചെയ്ത് അവളെ കൊണ്ട് ചെയ്യിക്കുന്നു. അത് ഉണങ്ങുന്നത് വരെ ഇവൾ അനങ്ങാതിരിക്കുന്നതിനായി അവളുടെ രണ്ട് കൈയും കയർ കൊണ്ട് കെട്ടി ഒരു പോസിൽ നിർത്തുന്നു. അത് മാത്രമല്ല ഒത്തിരി നേരം അവൾക്ക് പ്ലാസ്റ്ററിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞ് ഒരു ഉറക്ക ഗുളിക കലക്കി കൊടുക്കുന്നു. അവൾ അത് ഫുള്ള് കുടിക്കുന്നു. കുറച്ചു സമയത്തിൽ തന്നെ ഉറക്കം വന്ന് ആ പോസിൽ തന്നെ ഉറങ്ങുന്നു. ഇപ്പോൾ അവളെ കാണാൻ തന്നെ ഒരു പ്രതിമയെ പോലെയാണുള്ളത്. അതുകൊണ്ട് ഫ്രണ്ടിന് ഈസിയായി മോൾഡ് ഉണ്ടാക്കാൻ കഴിയുന്നു. അങ്ങനെ ബോഡി ഫുള്ള് തുണി ചുറ്റി മൂക്കിന്റെ ഭാഗത്ത് ശ്വാസം വിടാനായി ഹോളിട്ട് വെക്കുന്നു. ബാക്കി ഫുള്ള് പ്ലാസ്റ്റർ ഒഴിക്കുന്നു. കറക്റ്റ് ടൈമിൽ അവളുടെ ബോയ് ഫ്രണ്ട് കോൾ ചെയ്തതും ഫോണുമായി പുറത്തേക്ക് പോകുന്നു. നോക്കുമ്പോൾ തലയിലൊഴിച്ച പ്ലാസ്റ്റർ ഉണങ്ങുന്നതിനുള്ളിൽ ഒലിച്ചിറങ്ങി അവളുടെ മൂക്കിന്റെ ഹോൾ അടയുന്നു. അവൾ ഉറക്കത്തിലാണെങ്കിലും ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അനങ്ങുന്നു. പക്ഷെ കൈ രണ്ടും കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് അവൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ മരിക്കുന്നു. അതറിയാതെ ഫ്രണ്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നു. അതിനുശേഷമാണ് തന്റെ ഫ്രണ്ട് അതിനകത്ത് വെച്ച് തന്നെ മരിച്ചെന്ന് മനസ്സിലാവുന്നത്. അത് കണ്ട് പേടിച്ച് ഇത് ആരോടും പറയാതെ ഒളിപ്പിക്കുന്നു. പോലീസ് അവളുടെ ബോഡി കിട്ടാതെ അന്വേഷിക്കുന്നു. പക്ഷെ അവിടെ നിന്നാണ് അവളുടെ പ്രശ്നം സ്റ്റാർട്ടായത്. ഒരു ദിവസം രാത്രി അവളുടെ വീടിന് പുറത്ത് എന്തോ ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് വന്ന് നോക്കുമ്പോൾ കോറിഡോറിൽ ഒരു കബോർഡ് ഓപ്പൺ ആയി അതിനകത്ത് നിന്ന് ഒത്തിരി ബോൾസ് ഉരുണ്ടുവരുന്നു. ആ കബോർഡിനകത്ത് അവളുടെ ഫ്രണ്ട് ഇട്ടിരുന്ന ഡ്രസ്സ് കിടക്കുന്നു. അത് കണ്ട് അവൾ പേടിക്കുന്നു. അതിനുള്ളിൽ അവളുടെ കയ്യിലിരുന്ന ടോർച്ച് ഓഫ് ആവുന്നു. അപ്പോൾ ബോഡി ഫുള്ള് പ്ലാസ്റ്റർ ചുറ്റിയുടെ രൂപം അവളുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. അത് കണ്ടതും പേടിച്ച് ഞെട്ടി ഉണരുന്നു. നോക്കുമ്പോൾ അവൾ ഇത്രയും നേരം സ്വപ്നം കണ്ടതാണ്. ആ സ്വപ്നത്തിൽ അവളുടെ ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ച് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് കരയുന്നു. അപ്പോൾ ഫ്രണ്ട് നടന്നതൊരു ആക്സിഡന്റ് ആണ്, അതിന് നീ കാരണക്കാരിയല്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റതും കുറ്റബോധം കാരണം അവൾ തന്നെ പോലീസിൽ അറിയിക്കുന്നു.